നിങ്ങൾ അഗൈൻ പറയാം, ഞാൻ കേൾക്കാം. ഇപ്പോൾ ഒന്ന് പറയട്ടെ, ഒരു സെക്കൻഡ്. ഈ കാര്യം ഇവിടെ സംഭവിച്ചിട്ടുള്ള നമ്മുടെ എൽദോസ് അവരുടെ മരണം വളരെ ദുഃഖകരമായ കാര്യമാണ്. ഈ കാര്യത്തിൽ അന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ വനവകുപ്പ് ഇപ്പോൾ DFO മൂന്നാറുടെ പരിധിയിലാണ്, നേര്യമംഗലം റേഞ്ചിലാണ് വന്നത്. DFO മൂന്നാർ ശ്രീ രമേശ് ബിസ്നോയ് ഇപ്പോൾ ഉടനെ എത്തും. വൈകിട്ട് തന്നെ ഫോറസ്റ്റ് മിനിസ്റ്റർ ശശീന്ദ്രൻ മിനിസ്റ്റർ, അതേപോലെ നമ്മുടെ ജില്ലാ ചുമതല രാജീവ് മിനിസ്റ്റർ. ഒരു മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാം, ഞാൻ കേൾക്കാം. ഞാൻ ഒന്ന് ഒരു മിനിറ്റ് സംസാരിക്കട്ടെ. എന്റെ അനിയനെ ഞാൻ പറയാം. എന്നാ ഈ ഫോറസ്റ്റ് സ്റ്റേറ്റില് ആരെങ്കിലും വന്നോ, DFOയോ ആരെങ്കിലും വന്നോ ഇല്ല, റേഞ്ച് ഫോറസ്റ്റ് മിനിസ്റ്റർ ഉടനെ തന്നെ വിളിച്ച്, അതേപോലെ ഇൻഡസ്ട്രീസ് ജില്ലാ ചുമതല രാജീവ് മിനിസ്റ്റർ വിളിച്ച്, ഉടനെ തന്നെ MLA എല്ലാം വിളിച്ച് നമുക്ക് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അതിനുശേഷം നിങ്ങൾ പറയുന്നത് ഓക്കെ ഞാൻ ഉറക്കെ പറയാം. ഉറക്കെ പറയാം. ഈ കാര്യത്തിൽ ഇവിടെ ചെയ്തിട്ടുള്ള ഇതുവരെ വനംവകുപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഞാൻ മനസ്സിലാക്കി. ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ സോളാർ ഫെൻസിങ്ങിന്റെ നബാർഡ് വർക്ക് അത് ഇവിടെ ടെൻഡർ ചെയ്തതാണ്. 20 lakhs വർക്ക്. അത് ഒരു ആളെ എടുത്തിട്ടില്ല. അത് എന്താണെന്ന് നമുക്ക് ഒന്നുകൂടി അത് ടെൻഡർ ചെയ്യണം. ഞാൻ പറയാം, നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേൾക്കാം. ഞാനുണ്ട് ഇവിടെ MLS. ഞാൻ പറയട്ടെ പറഞ്ഞിട്ട് കേൾക്കാം പറഞ്ഞിട്ട് ഞാൻ കേൾക്കാം. ഞങ്ങൾ എല്ലാവരും കേൾക്കാം കാര്യങ്ങൾ. ഇതിന്റെ വികാരം ഇവിടെ സംഭവിച്ചിട്ടുള്ള അതിന്റെ സീരിയസ്നെസ് മൊത്തം മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ മുന്നേ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ. സോ അതുകൊണ്ട് ഫസ്റ്റ് ഇവിടെ ഓൾറെഡി ടെൻഡർ ചെയ്ത സോളാർ ഫെൻസിങ്ങിന്റെ വർക്ക്, നബാർഡിന്റെ വർക്ക് എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള ഓൾറെഡി ടെൻഡർ ചെയ്തതാണ്. അവിടെ വർക്ക് വെച്ചതാണ്. ഒന്ന് രണ്ടാമത്തെ പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലെന്ന് ഇവിടെ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല ഇവിടെ. അന്ന് ഞാൻ ഈ MLA സാർ എല്ലാവരോടും പറഞ്ഞ ഇവിടെ മരണം സംഭവിക്കും. ഇവിടെ ഒരു 75 കുടുംബമുണ്ട്. 75 കുടുംബം സാറിന് പോയി കണ്ടുവെക്ക്. ടാർപ്പാ ഷീറ്റിലെ കിടക്കണ ടാർപ്പാ ഷീറ്റില്. ഇവിടെ പഞ്ചായത്തുമില്ല, MLA ആരുമില്ല. ഇവര് തിരിഞ്ഞു നോക്കില്ല. ഇവർക്ക് ലേശം ഉൾപ്പെടുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ സംഭവിക്കില്ല. ഇവര് ചെയ്തോട്ടെ. നാളെ ഇതിന്റെ പേര് കേസെടുക്കും. നാളെ കുറെ പേര് കേസെടുക്കും. നോക്കിക്കോ, നമ്മളില്ലാണ്ടാക്കും. ആക്കിക്കോട്ടെ. ചോദിച്ച് പറഞ്ഞു. ഒരു സെക്കൻഡ് ഒന്ന് പറഞ്ഞ് തീർക്കട്ടെ. അതുകൊണ്ട് പിന്നെ